ഹായ് ഓൾ, നമുക്കിന്ന് വൈസസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് വർക്ക് പീസുകൾ ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ പൈപ്പാവാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാർപ്പൻട്രി ആണെന്നുണ്ടെങ്കിൽ വുഡൻ പീസ് ആവാം. അങ്ങനെ നമ്മുടെ വർക്ക് പീസ് എന്താണെന്നെങ്കിൽ ആ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിന് പറയുന്ന, അല്ല ടൂളിന് പറയുന്ന പേരാണ് വൈസ് എന്ന് പറയുന്നത്. വൈസ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ യൂസ് അനുസരിച്ച് നമുക്ക് വൈസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബെഞ്ച് വൈസ് എന്താണെന്ന് നോക്കാം. ബെഞ്ച് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അത് നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടിട്ടാണ്. അപ്പോൾ നമുക്ക് ഫയൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലാതുള്ള ഹാൻഡ് ഓപ്പറേഷൻസ് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബെഞ്ച് വൈസ് ഉപയോഗിക്കുന്നു. അതിൻ്റെ വിഡ്ത്ത് ഓഫ് ദ ജോ വെച്ചിട്ടാണ് നമ്മൾ ബെഞ്ച് വൈസിൻ്റെ സൈസ് പറയുന്നത്. അപ്പോൾ സൈസ് ഓഫ് ദ വൈസ് ഈസ് സ്റ്റേറ്റഡ് ബൈ ദ വിഡ്ത്ത് ഓഫ് ദ ജോസ്. അത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. വിഡ്ത്ത് ഓഫ് ദ ജോസ് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ സൈസ് പറയുന്നത്. ബെഞ്ച് വൈസിൻ്റെ പാർട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ളൊരു ജോ ഉണ്ടാവും, മൂവബിൾ ആയിട്ടുള്ളൊരു ജോ ഉണ്ടാവും, പിന്നെ ഹാർഡ് ജോസ് ഉണ്ടാവും, സ്പിൻഡിലുണ്ടാവും, ഹാൻഡിലുണ്ടാവും, ബോക്സ് നെറ്റ് ഉണ്ടാവും, സ്പ്രിങ് ഉണ്ടാവും. വൈസ് ക്ലാംപ്സ് ഓർ സോഫ്റ്റ് ജോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ് ആയിട്ടുള്ള വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ് ജോസ് അല്ലെങ്കിൽ വൈസ് ക്ലാംപ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള വർക്കിൻ്റെ സർഫേസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈസ് ക്ലാംപ്സ് അല്ലെങ്കിൽ സോഫ്റ്റ് ജോസ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വൈസ് ക്ലാംപ്സ് അല്ലെങ്കിൽ സോഫ്റ്റ് ജോസ്. ഇനി ബെഞ്ച് വൈസ് നമ്മൾ ഓർക്കേണ്ട ഇമ്പോർട്ടൻ്റ് പോയിന്റ്, നമ്മൾ വൈസ് ഓവർ ടൈറ്റൻ ചെയ്യാൻ പാടില്ല. ഓവർ ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പിൻഡിൽ ഡാമേജ് ആകും. അപ്പം വൈസിൻ്റെ സ്പിൻഡിൽ ഡാമേജ് ആവാനുള്ള കാരണം അത് ഓവർ ടൈറ്റൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഓവർ ടൈറ്റൻ ചെയ്യാൻ പാടില്ല. ഇനി മറ്റ് ടൈപ്സ് ഓഫ് വൈസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വിക്ക് റിലീസിങ് വൈസ്, പൈപ്പ് വൈസ്, ഹാൻഡ് വൈസ്, പിൻ വൈസ് ആൻഡ് ടൂൾ മേക്കേഴ്സ് വൈസ്. ക്വിക്ക് റിലീസിങ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി ബെഞ്ച് വൈസിന് പോലെ തന്നെയുള്ളൊരു വൈസാണ്. പിന്നെ അതിൻ്റെ മൂവബിൾ ജോയിൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടൊരു ട്രിഗർ അല്ലെങ്കിൽ ഒരു ലിവർ ഉണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ക്വിക്ക് റിലീസിങ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി ബെഞ്ച് വൈസ് പോലെ തന്നെയാണ്. വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ മൂവബിൾ ജോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെക്കാനിസം, അല്ലെങ്കിൽ ഒരു ട്രിഗർ അല്ലെങ്കിൽ ഒരു ലിവർ മെക്കാനിസം ഉണ്ടായിരുന്നു. അപ്പോൾ ട്രിഗർ മെക്കാനിസം വഴി ലിവർ നമ്മൾ റിലീസ് ചെയ്തിട്ടാണ് നമ്മൾ ആ മൂവബിൾ ജോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള പ്ലേസിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്ത് പൈപ്പ് വോയ്സ്. പൈപ്പ് വോയ്സ് നമുക്ക് കേട്ടാൽ ആ പേരിൽ നിന്ന് തന്നെ അറിയാം, റൗണ്ട് സെക്ഷൻസ് ഓഫ് മെറ്റൽ ട്യൂബ്സ് ആൻഡ് പൈപ്സ്. അപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള മെറ്റലോ പൈപ്സോ ട്യൂബ്സോ ഒക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൈപ്പ് വോയ്സ് ഉപയോഗിക്കുന്നത്. പൈപ്പ് വോയ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അതിൻ്റെ മൂവബിൾ ജോ ഓപ്പറേഷൻ വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. അതിൻ്റെ സ്ക്രൂ എന്ന് പറയുന്നത് നമ്മൾ സ്ക്രൂ ലൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് മൂവ് ചെയ്യുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ അതിൻ്റെ മൂവബിൾ ജോയുടെ ഡയറക്ഷൻ വെർട്ടിക്കലായിരിക്കും. പൈപ്പ് വോയ്സിൻ്റെ പാർട്സ് നമുക്കറിയാം, ഹാൻഡിലുണ്ടാവും, പിന്നെ സ്പിൻഡിലുണ്ടാവും, അപ്പർ ജോ ഉണ്ടായിരിക്കും, ലോവർ ജോ ഉണ്ടായിരിക്കും. അപ്പർ ജോ ആണ് മൂവബിൾ ജോ. അപ്പർ ജോയുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും. ഇനി അടുത്തത് ഹാൻഡ് വൈസ്. ഹാൻഡ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രൂസ്, റിവറ്റ്സ്, കീസ്, സ്മോൾ ഡ്രിൽസ്, അങ്ങനെ സിമിലർ ആയിട്ടുള്ള സ്മോൾ ഒബ്ജക്ട്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വൈസാണ് ഹാൻഡ് വൈസ്. നമ്മൾ ബെഞ്ച് വൈസിൽ നമുക്ക് ഈ സ്മോൾ ഒബ്ജക്ട്സ് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഹെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹാൻഡ് വൈസ്. സ്മോൾ ഒബ്ജക്ട്സിനെ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഹാൻഡ് വൈസ്. സ്മോൾ ഒബ്ജക്ട്സിനെ നമുക്ക് ബെഞ്ച് വൈസിൽ കൺവീനിയൻ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഹാൻഡ് വൈസ്. ഹാൻഡ് വൈസ് പല ഷേപ്പിലും സൈസസിലും ഉണ്ടാവും. അതിൻ്റെ സൈസ് 125 mm to 150 mm വേരി ചെയ്യാം. ജോ വിഡ്ത്ത് 40 to 44 mm വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജോസ് ഓപ്പൺ ക്ലോസിങ് ചെയ്യാൻ വേണ്ടി ഒരു വിങ് നെറ്റ് ഉണ്ടായിരിക്കും. അത് ഈ വൈസിൻ്റെ ഒരു ലെഗിൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ലെഗിൽ നമ്മളിത് ഫാസ്റ്റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഈ ജോസിൻ്റെ ആ ഒരു വിഡ്ത്ത്, അത് ഹോൾഡിങ് വിഡ്ത്ത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനുള്ള ആ ഗ്യാപ്പിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാനോ കൂട്ടാനോ പറ്റും. അപ്പോൾ അതിനൊരു വിങ് നെറ്റ് മെക്കാനിസമാണ് ഉപയോഗിക്കുന്നത്. ആ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇനി അടുത്താണ് പിൻ വൈസ്. പിൻ വൈസ് എന്ന് പറഞ്ഞാൽ ഹോൾഡിങ് സ്മോൾ ഡയമീറ്റർ, ചെറിയ ഡയമീറ്റർ ജോബ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിൻ വൈസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊരു ഹാൻഡിലുണ്ടായിരിക്കും,
ഒരു സ്മോൾ കള്ളറ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു സൈഡിലൊരു ചക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്തായിരിക്കും നമ്മൾ ഈ സ്മോൾ ഒബ്ജക്ട്സിനെ ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നത്. ഈ ചക്കിനകത്ത് സെറ്റ് ഓഫ് ജോസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഹാൻഡിൽ ടേൺ ചെയ്തിട്ടാണ് ഈ ജോസിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്താണ് ടൂൾ മേക്കേഴ്സ് വൈസ്. ടൂൾ മേക്കേഴ്സ് വൈസ് എന്ന് പറയുന്നത് അത് യൂസ് ചെയ്യുന്നത് ഹോൾഡിങ് സ്മോൾ വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്മോൾ വർക്കിൽ ഫയലിങ്ങോ ഡ്രില്ലിങ്ങോ മാർക്കിങ്ങോ ഇതിൻ്റെ സർഫേസിൽ മാർക്കിങ്ങോ ഒക്കെ വേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടൂൾ മേക്കേഴ്സ് വൈസ്. വൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് മൈൽഡ് സ്റ്റീൽ വെച്ചിട്ടാണ്. ഈ ടൂൾ മേക്കേഴ്സ് വൈസ് ആക്യുറേറ്റ് ആയിട്ട് മെഷീൻ ചെയ്തിട്ടുള്ളതായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ടൂൾ മേക്കേഴ്സ് വൈസ് സ്മോൾ വർക്ക്സാണ് ഉപയോഗിക്കുന്നത്. ഫയലിങ്, ഡ്രില്ലിങ്, പിന്നെ സ്മോൾ ജോബ്സിൻ്റെ സർഫേസിൽ മാർക്കിങ്, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് ഈ വൈസ് ഉപയോഗിക്കുന്നത്. വൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് മൈൽഡ് സ്റ്റീൽ വെച്ചിട്ടാണ്. ടൂൾ മേക്കേഴ്സ് വൈസ് ആക്യുറേറ്റ്ലി മെഷീൻഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് വൈസിൽ വരുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു? ബെഞ്ച് വൈസ്, ക്വിക്ക് റിലീസിങ് വൈസ്, പൈപ്പ് വൈസ്, ഹാൻഡ് വൈസ്, പിൻ വൈസ്, ടൂൾ മേക്കേഴ്സ് വൈസ്.